നാസയുടെ ആർട്ടമിസ് 2 സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചത്. 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ നടന്നു. 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. Integrity, splashdown, sending post-landing command now. Splashdown confirmed. Copy splashdown, waiting on VLDR. Splashdown confirmed at 7:07 p.m. Central Time, 5:07 p.m. Pacific Time. From the pages of Jules Verne to a modern-day mission to the moon. And as there are mission audio loops in Mission Control in Houston, there is a mission audio loop here on the ship. And it was just reported out that the side hatch is open. Side hatch of Integrity is open. വിവരങ്ങളുമായി കാർത്തു ചേരുന്നുണ്ട്. കാർത്തു, അങ്ങനെ ചരിത്ര ദൗത്യത്തിന് ശേഷം 4-അംഗ സംഘം ഇപ്പോൾ ഭൂമിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അത് തന്നെയാണ് അരുണിമ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകുന്ന, നമ്മൾ കൂടി ഭാഗമാകുന്ന മണിക്കൂറുകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിമസ് 2 ദൗത്യ സംഘം ഭൂമിയിലേക്ക്, ചന്ദ്രനിലേക്ക് പുറപ്പെട്ട ആർട്ടിമസ് 2 ദൗത്യ സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ചരിത്രത്തിലേക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീട് 5:37 ആയപ്പോഴേക്കും സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്ത സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ നടന്നു. ഇതോടെ ചരിത്ര മുഹൂർത്തം തന്നെയാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് ഭൂമിയിലേക്ക് സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നത്. US-ൽ നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, കാനഡക്കാരനായ ജെറമി ഹാൻസൺ എന്നിവരാണ് ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായത്. ദൗത്യ സംഘം തികച്ചും സുരക്ഷിതരായി തന്നെയാണ് അവരുടെ മടക്കം ഉണ്ടായിരിക്കുന്നത്. വൈദ്യപരിശോധനയടക്കം പേടകത്തിൽ നിന്ന് തന്നെ പൂർത്തിയാക്കിയിരുന്നു ആദ്യഘട്ട വൈദ്യപരിശോധന. ഈ വൈദ്യപരിശോധനയിൽ ഈ ദൗത്യ സംഘത്തിലുള്ള 4 പേരും സുരക്ഷിതരാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരങ്ങളായിരുന്നു പുറത്തേക്ക് വരുന്നത്. 5 സ്പീഡ് ബോട്ടുകളിലായാണ് ശാന്ത സമുദ്രത്തിൽ നാവികസേന ഈ പേടകത്തിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്നത്. പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഡോറുകൾ തുറക്കാൻ ഇച്ചിരി കാലതാമസം അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ഈ നാവികസേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പേടകത്തിലേക്ക് പ്രവേശിക്കുന്നു. കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഈ സംഘത്തിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഒടുവിൽ ഈ സംഘം തിരിച്ചെത്തിയതിനു ശേഷമാണ് മറ്റ് പ്രക്രിയകളിലേക്ക് അടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പേടകത്തെ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്ത പേടകത്തെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നതായിരുന്നു ഈ നാവികസേനയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ആദ്യ ദൗത്യം എന്ന് പറയുന്നത്. സമുദ്രത്തെ സംബന്ധിച്ച് തിരമാലകളുടെ ആ ഒരു വേലിയേറ്റം അടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റെബിലൈസേഷൻ നടത്തുക എന്നത് ഇച്ചിരി ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. അതിനാൽ തന്നെ കുറച്ച് സമയം നീണ്ടുനിന്ന പ്രക്രിയ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്പ്ലാഷ് ഡൗണിന് ശേഷം കൃത്യമായ നീക്കങ്ങളിലൂടെയാണ് ദൗത്യ സംഘത്തിലെ ആദ്യ 2 പേരെ പുറത്തേക്ക് എത്തിക്കുന്നത്. അവർ തികച്ചും സുരക്ഷിതരാണ് എന്ന കാര്യം തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിലടക്കം ഉണ്ടാകുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ഒരു പാളിച്ചകളും തന്നെ കൂടാതെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതാണ് നാസയുടെ അംഗീകാരം എന്ന് പറയുന്നത്. അവസാന ഘട്ടത്തിലെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ദൗത്യം സമ്പൂർണ്ണ വിജയം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൗത്യം എങ്ങനെ നടപ്പാക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തോ ആ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ അത് നടപ്പാക്കാൻ നാസയ്ക്ക് സാധിച്ചു എന്നതാണ് വിജയകരമായ അവരുടെ മറ്റ് ദൗത്യം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ മറുവശം കണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ചരിത്ര ദൗത്യത്തിൽ ഭാഗമായി ഒറിയോൺ പേടകവും ആ 4-അംഗ സംഘവും. 4:15 ചന്ദ്രന്റെ പിന്നിലേക്ക് പോയ പേടകവുമായി 40 മിനിറ്റോളം ഭൂമിയിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം വീണ്ടും ബന്ധം പുനഃസ്ഥാപിച്ച് കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ആ സ്പ്ലാഷ് ഡൗൺ നടക്കുന്നത് എന്ന് പറയുന്നത്. പുത്തൻ നാഴികക്കല്ലുകൾ തന്നെ സ്വന്തം പേരിൽ എഴുതി ചേർത്താണ് ആർട്ടിമസ് 2 ദൗത്യ സംഘത്തിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് തന്നെ. ചന്ദ്രന്റെ ഇതുവരെ മനുഷ്യർ കാണാത്ത വിദൂര വശങ്ങൾ കാണാനും അതുപോലെ തന്നെ ബഹിരാകാശത്തു നിന്നുള്ള പൂർണ്ണ സൂര്യഗ്രഹണം അടക്കം ദർശിക്കാനും ഈ സംഘത്തിന് കഴിഞ്ഞു എന്നത് മറ്റൊരു ചരിത്ര നേട്ടം തന്നെയാണ്.
തന്നെയാണ് ആർട്ടിമസ് 2 ദൗത്യത്തെ കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത്. യാത്രക്കിടയിൽ തന്നെ ഈ ചന്ദ്രനിൽ 2 ഗർത്തങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ ഗർത്തങ്ങൾക്ക് ഒന്നിന് പേടകത്തിന്റെ പേരും മറ്റൊന്നിന് വൈസ്മാന്റെ ക്യാൻസർ ബാധിച്ച അന്തരിച്ച ഭാര്യയുടെ പേരുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു നിർദ്ദേശം നാസയ്ക്ക് മുന്നിലേക്ക് ഇവർ വെച്ചപ്പോൾ തന്നെ നാസ അത് അംഗീകരിക്കുകയും പിന്നീട് ആ ഗർത്തത്തിന് ഈ അന്തരിച്ച വൈസ്മാന്റെ പത്നിയുടെ പേര് നൽകാൻ നിർദ്ദേശമടക്കം നൽകുന്ന സാഹചര്യം. അതിനാൽ തന്നെ ചരിത്ര മുഹൂർത്തങ്ങൾ നിരവധിയാണ് ഈ ഒരു ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം അകലേക്ക് സഞ്ചരിച്ച മനുഷ്യരാണ് ആർട്ടിമസ് 2 സംഘത്തിലെ ഈ 4 പേർ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ദൂരെ സഞ്ചരിച്ച മറ്റൊരു ദൗത്യമില്ല. അതിനുശേഷം മറ്റൊരു 54 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഈ ദൗത്യത്തിനാണ് ആ ചരിത്രം എന്തായാലും പിറന്നിരിക്കുന്നത്. 1970 ഭൂമിയിൽ നിന്ന് 4,171 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച അപ്പോളോ 13 സംഘത്തിന്റെ 1970 റെക്കോർഡാണ് ഇന്നലെയോടെ തിരുത്തി കുറിച്ചിരിക്കുന്നത്. തികച്ചും ചരിത്രപരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചൈനയ്ക്ക് മുമ്പേ തന്നെ മനുഷ്യനെ വീണ്ടും ഭൂമിയിലെത്തിക്കുക എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ് അമേരിക്കയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. അതിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ആ ദൗത്യ സംഘം തിരികെ സുരക്ഷിതരായി ഭൂമിയിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു ചന്ദ്രനെ കണ്ടതിന് ശേഷം. പിന്നീട് പറയാനുള്ളത് പുതിയ ഈ ഒരു പദ്ധതി അനുസരിച്ച് ആർട്ടിമസ് 4 ദൗത്യത്തിലായിരിക്കും ചന്ദ്രനിലെ ആ കാൽവെപ്പ് നാസ സാധ്യമാക്കുക. എന്തായാലും ചന്ദ്രന് മുമ്പ് ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിന്റെ ആദ്യഘട്ടം എന്തായാലും അമേരിക്ക പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ചരിത്ര നിമിഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും ചരിത്ര ദൗത്യത്തിനാണ് ഇപ്പോൾ ശാസ്ത്രലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നാസയുടെ ആർട്ടമിസ് 2 സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ നടന്നു. 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. ഭൂമിയോട് അടുക്കുമ്പോൾ ഉള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ഭൂമിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടത്തെ പറ്റിയൊക്കെ വലിയ ആശങ്കയായിരുന്നു ശാസ്ത്രലോകത്തിനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു അപകടങ്ങളെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ ഈ ഒരു 4-അംഗ സംഘം ഭൂമിയിൽ കാലുകുത്തിയിരിക്കുന്നത്. എന്തായാലും 54 വർഷത്തിന് ശേഷം മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കാർത്തുമാണ് നൽകിയത്.